തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന ആരുടെയും കുത്തകയല്ല. എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശം. ലോകത്തിൽ പിറന്നവൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുമുണ്ട്. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ പലപ്പോഴും ആളുകൾക്ക് സബ്ജക്റ്റ് കിട്ടാറില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ലോകത്തോടൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് നമുക്കതിനെ പ്രാർത്ഥിക്കാനുള്ള വിഷയം കിട്ടുക. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ വചനം കൂടെ പറയുന്നു. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കാനുള്ള ആ പ്രാർത്ഥനയിൽ വലിയ ശക്തി അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് ടെലികാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത് ഓരോ ദിവസത്തേക്കുള്ളത് കൃത്യമായി ദൈവമാണ് ഇത് നിയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. അടിയിൽ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ദൈവീയ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സുവിശേഷ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. 2013 ആരംഭിച്ച ഈ ശുശ്രൂഷ റേഡിയോയിൽ പ്രസംഗിക്കുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. എന്നാൽ റേഡിയോയിൽ പ്രസംഗിക്കുമ്പോൾ ആളുകളെ നമ്മളെ കാണുന്നില്ല. നമുക്ക് എഴുതി വായിച്ച് പ്രസംഗിക്കാം. ഞാനൊരു വൈദികനാകുന്നതിന് മുമ്പ് തന്നെ റേഡിയോ വിശ്വവാണിയിൽ പ്രസംഗിക്കാനുള്ള അവസരം അതിന് ജോർജ് ഫിലിപ്പ് സാർ അന്ന് ഒരുക്കി തന്നു. അതിനുശേഷം വിവിധ ചാനലുകളിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ഈ തീകനൽ മിനിസ്ട്രീസിൻ്റെ തന്നെ ഉദ്ദേശം, അതിൽ ദൈവദിന പ്രഘോഷണത്തിൻ്റെ പ്രത്യേകതയും ഈ ദൈവദിനം പ്രഖ്യാപിക്കുമ്പോൾ തീകനൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത ഒരു ചെറിയ പ്രസ്ഥാനമാണ്. അത് മതവിഭാഗ ഭേദമന്യേ ആളുകളെ സഹായിക്കുന്ന ചാരിറ്റി മാത്രമാണ്. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതൊരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യത്തിൻ്റെ, മനുഷ്യൻ്റെ പ്രാർത്ഥനയില്ലാതിരുന്നാൽ ജീവിതമില്ല. എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു അത്രമാത്രം ബലമാണ്, അത്രമാത്രം ശക്തമാണ്. ഒരു ദിവസത്തെ ഓരോ പ്രവർത്തനത്തിനുള്ള ആരോഗ്യമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന, എത്ര നേരം പ്രാർത്ഥിക്കുന്നു അത്രമാത്രമുള്ള ആ ബലവും ശക്തിയും നമ്മൾക്ക് ലഭിക്കുന്ന. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ വെച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ആവശ്യമുള്ള ആഹാരം മതി. അതുകൊണ്ടാണ് മന്ന കൊടുത്തത്, മരുഭൂമിയിൽ മന്ന കൊടുത്തത്. കൂടിയത് പൊറുക്കി വെച്ചതെല്ലാം പുഴുതുപോയി. ഞങ്ങളെ പരീക്ഷയിൽ കിടത്തരുത്, ദോഷത്തിൽ രക്ഷിക്കണം. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളെ കിടക്കുന്ന ദോഷം ഞങ്ങളോട് ക്ഷമിക്കണം. ആരോടും ക്ഷമിക്കാതിരിക്കരുത്, ആരോടും എതിർക്കരുത്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന, ദൈവം ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന. എന്ത് വിഷമാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചെടുക്കാൻ? രാജീവ് ശക്തി മഹത്വം ഒക്കെ നിലക്കുള്ളതാണ്. പിന്നെ അവിടെ താഴെ ചോദിക്കുന്ന വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. അതിൽ മീൻ ചോദിച്ചാൽ മീൻ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ?
ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് ആവശ്യമുള്ളതാണ് തരുന്നത്. സ്വർഗ്ഗസ്ഥനായ പിതാവ് യോജിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുക്കും. പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലേക്ക് വളരുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മൾ പ്രാർത്ഥനയുടെ രീതികളിൽ, ദൈവീയമായ രീതികളിൽ വളർന്നു വന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ലോകത്തിന് വേണ്ടി, വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു കടപ്പാടും ദൗത്യവും എനിക്ക് നിങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധപിതാവേ, ഈ തീക്കനൽ മിനിസ്ട്രീസ്, അതിലൂടെ പ്രാർത്ഥന ഒരു പ്രധാന ശുശ്രൂഷയാണല്ലോ. ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് അനുഗ്രഹവും വിടുതലും ലഭിക്കുവാൻ സഹായിക്കും. കർത്താവേ, പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തമായി ഞങ്ങളെ നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതിയിൽ വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകൾ കഴിയുന്നവർ, എപ്പോഴപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. വീട്ടിലായിട്ടുള്ളവർ, വിശ്രമ ജീവിതം നയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന വിവിധ സമൂഹം പലതരത്തിലുള്ളവരുണ്ടല്ലോ. അവരുടെ മേലൊക്കെ ഒരാൾ പ്രാർത്ഥന അപേക്ഷിച്ചില്ലെങ്കിൽ പോലും ആ ആളിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. അതാണല്ലോ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളാണല്ലോ ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ കാണുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണല്ലോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പിതാവിന്റെ മക്കൾ എന്നുള്ള വലിയ വിശാല കാഴ്ചപ്പാട് ഞങ്ങളായിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനം ആരുടെയെല്ലാം എവിടെയെല്ലാം കാതുകളിൽ കൺകളിലെത്തുമ്പോൾ അവരിലൂടെ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചാണ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.